പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് നീ ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ, പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പെടുതാറുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളും ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ,
വീട് വിട്ടു പോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിളും മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വരം നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ 5 വചനം എടുത്തായിരുന്നു. നമുക്കതൊന്നിലെടുക്കാം. മർക്കോസ് 1:45. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട വചനം അറിയാം, തങ്ങി എന്നുള്ള വാക്കാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് എന്താണ്? ഒരു വഴി അടഞ്ഞെന്ന് കണ്ടാൽ, അല്ല അവിടെ കലുഷിതമാണെന്ന് കണ്ടാൽ കർത്താവ് വേറെ വഴിയെ പോകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ കുഷ്ഠരോഗി സുഖപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞായിരുന്ന കർത്താവ്, ആരോടും ചെന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ അണ്ണൻ പോയി എല്ലാവരോടും പറഞ്ഞ്. അത് കാരണം യേശുവിനെ പരസ്യമായിട്ട് നടക്കാൻ പറ്റുന്നതിനല്ല, യേശുവിനെ ശത്രുക്കൾ യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ശത്രുപാളയത്തിൻ്റെ മണം വന്നപ്പോൾ യേശു എന്ത് ചെയ്ത്? പിന്നെ പ്രൊസീഡ് ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്ത്? അവൻ വിജനപ്രദേശത്ത് തങ്ങി എന്നാണ് പറയണത്. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, അത് ഒരേ സമയം തന്നെ ദൈവസന്നിധാനമാണ്. ദൈവസന്നിധാനത്തേക്ക് അവൻ തങ്ങുകയാണ്. നമുക്ക് ചുറ്റും വിഷയങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നമുക്ക് തങ്ങേണ്ടി വരും കർത്താവിൻ്റെ അടുത്ത്. പിന്നെ മുന്നോട്ട് പോകരുത്. ഇപ്പം കേസ് കൊടുക്കേണ്ട കേസാണെങ്കിലും ഇപ്പം ഞാൻ ചിലരോടൊക്കെ പറയും, കേസ് കൊടുക്കേണ്ട, വരട്ടെ, വെയിറ്റ് ചെയ്യും, പ്രാർത്ഥിക്കെന്ന് പറയും. എന്താ കാര്യം? ഇപ്പോഴും നമ്മൾ ഈ കേസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വികാരം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ ഇപ്പോഴത്തെ വികാരമാണത്. അപ്പോൾ നമ്മൾ ആ ഒരു അരിശത്തിൽ പോയി ആറ്റിച്ചാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കേസ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തന്ന സമയത്ത് കേസ് പിൻവലിക്കാൻ തോന്നും. കാര്യം നമ്മൾ അറിയാതെ നമ്മുടെ വക്കീൽ തന്നെയായിരിക്കും അപ്പുറത്തെ വക്കീലും, അല്ലെങ്കിൽ നമ്മുടെ വക്കീലും, നമ്മുടെ വാദിയാണെങ്കിൽ പ്രതിഭാഗം വക്കീലും ഈ നമ്മുടെ വക്കീലും കൂടി ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരായിരിക്കും. യവന്മാർ തമ്മിലുള്ള യുദ്ധമല്ലേ കോടതിയിലെ. അപ്പോൾ അവർ എന്ത് ചെയ്യും? അവർ 10 പൈസ ഇവരിൽ നിന്ന് 2 പേരിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആ സംഭവം അവസാനം കൊണ്ട് കോംപ്രമൈസ് ആക്കും. എന്നാൽ പിന്നെ ആദ്യം ചെയ്യാൻ പാടില്ലേ, അത് ചെയ്താൽ അവർക്ക് കാശ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യരുത്. ഇപ്പം നമ്മൾ പറയത്തില്ല, എല്ലാവരും പറയുന്നത് ട്രാഫിക് ലോ ഇല്ലേ, സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് എന്ന്. ട്രാഫിക് ലോ ആണത്. ഒരു റോഡ് കവർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. വന്നവരെ അങ്ങോട്ട് കയറി പോകരുത്. ചിലപ്പോൾ ഇടികൊണ്ട് ചിലപ്പോൾ ചമ്മന്തി പരുവത്തിലാവും. അത് സ്റ്റോപ്പ്, പിന്നെ എന്ത് ചെയ്യണം? ലുക്ക്, പിന്നെ എന്ത് ചെയ്യണം? പ്രൊസീഡ്. അങ്ങനെ അത് ട്രാഫിക് ലോ അല്ലേ. പക്ഷേ ബൈബിളിൽ ലോ ലുക്കില്ല എൻ്റെ അകത്ത്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയും ഹാൾട്ട് എന്ന് പറയും. അതാണ് തങ്ങുക എന്ന് പറയുന്നത്. സ്റ്റോപ്പ്, ഹാൾട്ട് ആൻഡ് പ്രൊസീഡ്. ഹാൾട്ട് എന്നാണ് പറയണത്, അല്ലാതെ ലുക്ക് എന്നല്ല പറയണത്. ലുക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി വണ്ടി അങ്ങനെ ചാടി പോകും, അതല്ല ഹാൾട്ട്. കാരണം നീ അങ്ങോട്ട് ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം നീയല്ലേ പോണത്. റോഡ് ക്രോസ് ചെയ്യണമല്ല ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്തിട്ട് നീ എന്ത് ചെയ്യും എന്നുള്ളതാണല്ലോ ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു മാർഗം മാത്രമല്ലേ. റോഡ് എന്തിനാണ് അപ്പുറത്ത് ചെല്ലണത്, അതല്ലേ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ പറയും സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് അല്ല, സ്റ്റോപ്പ്, ഹാൾട്ട് ആൻഡ് പ്രൊസീഡ്. ചില സമയത്ത് ഹോൾട്ട് ചെയ്യണം. കേസൊന്നും കൊടുക്കേണ്ട, അവിടെ നിൽക്കാൻ പറയണം. നിൽക്കട്ടെ, എന്നിട്ട് പ്രെയർ ചെയ്യണം, എംപവർ ചെയ്യണം. നമ്മളെ തന്നെ എംപവർ ചെയ്യണം. പിന്നെ നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ കർത്താവ് ഫീൽഡിൽ വരും.
വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ദൈവം പണ്ടുപോലെ വാദിക്കുന്ന ആളാണ്, തൻ്റെ മക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്. അപ്പം നമ്മളെന്താ ചെയ്യണത്? തൻ്റെ മക്കളായിരിക്കാൻ വേണ്ടിയുള്ള യോഗ്യത നേടാൻ വേണ്ടിയാണ് നമ്മളെ തന്നെ ഒരുക്കുന്ന സുവിശേഷവിഹിതമായിട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് പ്രവിത. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ ഞാൻ പഠിച്ചതെല്ലാം ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. അപ്പോൾ എനിക്ക് ഈശോയെ നല്ല പരിചയമാണ്. ഓരോ ദിവസവും ഈശോയുടെ അടുത്ത് അവിടുത്തെ ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കാതെയൊന്നും ഞാൻ ക്ലാസ്സിൽ പോകുന്നതല്ല ഒരാളല്ല. ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ പഠിച്ചു വന്നത്. പക്ഷേ എങ്കിലും എനിക്ക് ചാപ്പലിൽ പോയി ഈശോയെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം, അവിടെ ബൈബിൾ വചനം വെച്ചിട്ടുണ്ട്, വചനം എടുത്ത് പ്രാർത്ഥിക്കാതെ ഞാൻ ഒരിക്കലും ക്ലാസ്സിൽ പോകാറില്ലായിരുന്നു. പ്രാർത്ഥനയിൽ എപ്പോഴും അവിടെ കോൺവെൻറ്റ് സ്കൂളായത് കാരണം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ധ്യാനങ്ങളെല്ലാം ഞാൻ കൂടാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മെയ്യിൽ എനിക്കൊരു ഇയർ ബാലൻസ് പ്രോബ്ലം ഉള്ള ഒരാളാണ്. എനിക്ക് ലോ പ്രഷറുണ്ട്. അപ്പം ഞാൻ തലകറക്കത്തിന് എപ്പോഴും ENT ഡോക്ടറിനെ കാണിച്ച് മരുന്ന് നിരന്തരം കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മെയ്യിൽ ഒരു തലകറക്കം വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. ഈ തലകറക്കം വരണതിന് തൊട്ട് മുമ്പ് എനിക്ക് തലകറക്കം വന്നിട്ട് ഞാൻ എറണാകുളത്ത് ഞാൻ സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷ് ഡോക്ടറിനെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു എനിക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഇയർ ബാലൻസ് എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ മാറിയത് കൊണ്ട് തന്നെ CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തലകറക്കം അന്നേരം കുറച്ച് മരുന്ന് കഴിച്ച് എനിക്ക് മാറി, എക്സസൈസും പറഞ്ഞ്. പക്ഷേ ഈ മെയ്യിൽ ഇതുപോലെ വന്നിട്ട് എനിക്ക് ഒരു തരത്തിലും എനിക്ക് എഴുന്നേക്കാൻ പറ്റണില്ല. മരുന്ന് 2 നേരം കഴിച്ച് നല്ല സെഡേഷനാണ്, എനിക്ക് എഴുന്നേക്കാൻ പറ്റുള്ള. ഞാൻ ഒരു PSC പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓരോ ദിവസവും അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഓരോ ദിവസം നമുക്ക് തരും. അതൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കിടക്കെ ഞാൻ അമ്മയുടെയും ഈശോയുടെയൊക്കെ ആരാധന ഗാനങ്ങൾ ഫോണിൽ കേൾക്കും. അപ്പം ഞാനിങ്ങനെ ചരിഞ്ഞ് കിടക്കണം. എനിക്കിങ്ങനെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇത്രേ എനിക്ക് ചരിയാൻ പറ്റുള്ളൂ. നിവർന്ന് പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഫോണിൽ ഇങ്ങനെ ഇത് എടുത്തപ്പോൾ, പാട്ട് വെക്കാൻ വേണ്ടി എടുത്തപ്പോൾ എനിക്ക് കൃപാസനത്തിൽ ഒരു ഷോർട്ട് വീഡിയോ ആണ് വന്നത്, സാക്ഷ്യത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ. അതിൽ കോട്ടയത്തുള്ളൊരു സഹോദരനാണത് സാക്ഷ്യം പറയണത്. പുള്ളി പറയണത് ഞാൻ PSC ഒരു സ്റ്റുഡൻ്റാണ്, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ ഉള്ള സാഹചര്യങ്ങൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് 2nd റാങ്ക് കിട്ടി. അപ്പം ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം എനിക്ക് മനസ്സിന് നല്ല സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. മെൻ്റൽ ഡിപ്രഷനെല്ലാം എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് വന്നാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന്. ജോലിയുടെ കാര്യം മാത്രമല്ല, മാനസികമായി ഞാൻ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മയുടെ അടുത്ത് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അമ്മേനെ ഞാനൊന്ന് കണ്ടാൽ എനിക്ക് ഒരുപാട് സമാധാനം കിട്ടുമെന്നുള്ള ഇത് ഓർത്തിട്ട് ഞാൻ മനസ്സിൽ അവിടെ കിടന്നുകൊണ്ട് തന്നെ വിചാരിച്ച് എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് വരണം. കൃപാസനം എവിടെയാണെന്നോ, ആലപ്പുഴയിലോട്ട് ഞാൻ ഇതുവരെ വേറൊരു ജില്ലയിലോട്ട് ഞാൻ പോയിട്ടില്ല, എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് ബ്രദറിൻ്റെ അടുത്ത് എനിക്ക് കൃപാസനത്തിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഈ കിടന്ന് അമ്മയുടെ അടുത്ത് എപ്പം ഞാൻ വരാം, ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ എപ്പം വരാമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചോ ആ നിമിഷം ഞാൻ നോക്കിയപ്പോൾ ഞാൻ നിവർന്നാണ് കിടക്കണത്. എനിക്ക് തലകറക്കം ആ നിമിഷം തന്നെ സ്വിച്ച് ഇങ്ങനെ ഓഫ് ചെയ്ത പോലെ ആയിപ്പോയി. എനിക്ക് തലകറക്കം നിന്ന്. അപ്പം ഞാൻ അവിടെ നിന്ന് അമ്മേനോട് പറഞ്ഞ് എഴുന്നേക്കാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ എഴുന്നേറ്റ് ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ വന്നു. ഒരു ശനിയാഴ്ച അങ്ങനെ ഞാനിവിടെ വന്നു. ഉടമ്പടി എങ്ങനെ എടുക്കണോ എനിക്കൊന്നും അറിയില്ല. പക്ഷേ അമ്മ ഈ തലകറക്കം ആയിട്ട് കിടന്ന എന്നെ എഴുന്നേൽപ്പിച്ച് ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കണം എന്നുള്ളൊരു ഉറപ്പെൻ്റെ മനസ്സിൽ അമ്മ എനിക്കൊരു ധൈര്യം തന്നു. അങ്ങനെ മെയ് 18, 2024 ഞാനിവിടെ വന്ന് എൻ്റെ മോളുടെ കൂടെ വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഈ തലകറക്കമായിട്ട് കിടന്നിരുന്ന ഇതൊന്നും എനിക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല. ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുക്കണവരെയും ഞാൻ വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. എനിക്ക് കൈകാലൊക്കെ വിറവൽ വരണ ഒരാളാണ്. ഈ തലകറക്കം, ഫുഡ് കഴിച്ചില്ലെങ്കിൽ അങ്ങനെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ്. പക്ഷെ ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇത്രയും നേരം
11 മണിയുടെ ക്ലാസ്സിന് കയറിയത് എത്രയും നേരമൊക്കെ ഞാൻ നിന്നെന്നുള്ളതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അമ്മ എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു കൃപ തന്ന്. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ ആ തലകറക്കം പിന്നെ എനിക്ക് സീരിയസ് ആയിട്ട് വന്നിട്ടേ ഇല്ല. ഇന്നും ഇപ്പോൾ ഈ ഉടമ്പടി എടുത്ത് 4-4.5 മാസമായി. ഞാനൊരു ദിവസം ഒരു പ്രാവശ്യം പുതുക്കി. എനിക്കിതുവരെയും പിന്നെ തലകറക്കം വന്ന് ഞാൻ വീഴുകയോ കിടക്കേണ്ട അവസ്ഥ ഇന്നേ വരെ അമ്മ എനിക്ക് വരുത്തിയിട്ടില്ല. ആ ഇയർ ബാലൻസ് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഇയർ ബാലൻസ് അതോടെ അങ്ങ് മാറിക്കിട്ടി. പിന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ 2023 മാർച്ച് 13 എനിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. പല്ല്, അത് ഈ വിസ്റ്റം ടീത്തിൻ്റെ ഒരു സർജറിയാണ്. അതിങ്ങനെ പല്ല് ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കിടന്നിരുന്നത്. എനിക്കൊരു കേട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനത് അപ്പോൾ സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് 2 ദിവസം കൊണ്ട് മാറും, കുറയും എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് നീരും ഒരുപാട് പ്രശ്നങ്ങളും, വായ തുറക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ മരുന്ന് തന്നു. ഞാൻ ഡെയിലി ആ മരുന്ന് കഴിക്കും. എനിക്ക് അന്ന് മുതൽ ഈ സർജറി ചെയ്ത നിമിഷം മുതൽ എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്തത്. ലെഫ്റ്റ് സൈഡിലെ നാവ് മൊത്തം മരവിച്ചിരിക്കുകയാണ്. മരവിച്ചിരിക്കണത് കൂടാണ്ട് എനിക്ക് ഉപ്പ് മനസ്സിലാവില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു തവണ അല്ല പലതവണ പോയി 1.5 വർഷം ഞാൻ മരുന്ന് കഴിച്ചു അതിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഒരു മാറ്റവുമില്ല. എനിക്ക് എന്നും ഈ നാവ് മരവിച്ചിരിക്കണ കാരണം പല്ലിൻ്റെ ഇടയിൽ എനിക്ക് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ കൊണ്ട് പൊട്ടിയിട്ട് എപ്പോഴും ചോരയായിരിക്കും വായയിൽ. പലതവണ നാക്ക് പൊട്ടിയാൽ നിങ്ങൾക്കറിയാലോ, നല്ല പെയിനായിരിക്കും. നാവ് അനക്കാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ വന്നപ്പോഴേക്കും ഉടമ്പടിയിലൊന്നും ഞാനിതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെച്ച നിയോഗങ്ങളല്ല അമ്മ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർജറി ഇവിടെ നിന്ന് 18 ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് ഇവിടെ നിൽക്കുമ്പോൾ അമ്മ എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി ഉപ്പിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപ്പ് നോക്കിയപ്പോൾ തന്നെ അമ്മ എന്നോട് പറഞ്ഞു ഇത് നിനക്ക് സാക്ഷ്യം പറയാനുള്ളതാണെന്ന്. അന്നേരം ഞാൻ ഉറപ്പിച്ച് ഈ ഉടമ്പടി ഉപ്പ് ഞാൻ നാവിൽ വയ്ക്കുമ്പോൾ എനിക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന്. ഞാൻ പിറ്റേ ദിവസം ഫുഡ് ഉണ്ടാക്കിയപ്പോഴേക്കും എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പിട്ടിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അമ്മേ, ഞാനിത് ഫസ്റ്റ് ടൈം ഞാനിത് നാവിൽ വെച്ച് ടേസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ആ ഉപ്പ് തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മാറ്റിത്തരണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഈ ഉടമ്പടിയിൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഉപ്പ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എനിക്ക് പൊതിച്ചോറ് കെട്ടാനും ഫുഡ് ഉണ്ടാക്കാനും ഒന്നും എനിക്ക് സാധിക്കില്ല. അമ്മ എന്നെ രക്ഷിക്കണം, അമ്മ എൻ്റെ അടുത്ത് എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഈ ബുദ്ധിമുട്ട് മാറ്റിത്തരണം. ഞാൻ പൊതിച്ചോറ് കെട്ട് എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞോളാം എന്നും പറഞ്ഞു. ഇതിൻ്റെ ഫലമായി ഞാൻ ആ ഫുഡ് എടുത്ത് റെഡി ആയപ്പോഴേക്കും ഞാനെടുത്ത് നാവിൽ വെച്ച് നോക്കി. ഒറ്റ തവണ വെച്ചപ്പോൾ തന്നെ 1.5 വർഷമായിട്ട് എനിക്ക് ഉപ്പ് തിരിച്ചറിയില്ലായിരുന്നു. അത് മാറി എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. നേരത്തെ ഞാൻ ചെയ്തിരുന്നത് കൊച്ചിൻ്റെ അടുത്തും സഹോദരൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും, ഒരു 6, 7, 8 പ്രാവശ്യമൊക്കെ ഞാൻ നാവിൽ വെച്ച് നോക്കും, എനിക്ക് എന്നാലും അറിയാൻ പറ്റത്തില്ല ഉപ്പ്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി ഉപ്പ് ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ നാവിൽ വെച്ച് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അതെനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് ഡിസ്കിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഡിസ്ക് ബൾജാവണത് 4-ാമത്തെ 5-ാമത്തെ ഡിസ്കിൻ്റെ ഇടയിൽ ഞരമ്പ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാലിലേക്ക് എനിക്ക് ഞരമ്പ് പോയിട്ട് ഭയങ്കര വേദനയുണ്ട്. ഞാനപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഒരു വൈദ്യൻ്റെ അടുത്ത് മരുന്ന് കഴിച്ചിരുന്നതാണ്. പക്ഷേ ആയുർവേദത്തിൻ്റെയൊക്കെ ഒരുപാട് പൈസയാണ്, എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ചെയ്തിട്ടും നമ്മൾ ആ മരുന്ന് നിർത്തിക്കഴിയുമ്പോൾ വീണ്ടും എനിക്ക് ഡിസ്ക് അകന്ന് പോകുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല പെയിനാണ്. എനിക്ക് കുറച്ച് നേരം നിൽക്കാനോ കുറച്ച് നേരം നടക്കാനോ എന്തെങ്കിലും പണികൾ ചെയ്യാനോ കുമ്പിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിരുന്നു. ഇവിടെ വന്ന് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ ഇവിടുത്തെ കൃപാസനം പത്രമായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോയി. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും, അമ്മ പറയുന്ന സ്ഥലങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ പോയി അവിടെ നിന്ന് പള്ളിയിൽ പോയി ആദ്യം ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങി. അമ്മ പറഞ്ഞു നേരെ നടന്ന് എല്ലായിടത്തും കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓരോ കടകളിലും ഓരോ വീടുകളിലും നടന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അമ്മയെപ്പറ്റിയും ഈശോയെപ്പറ്റിയും പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ നടന്ന് എൻ്റെ വീട് വരെ എത്തി. ഞാൻ നോക്കിയപ്പോൾ ഒരു 5 കിലോമീറ്ററോളം ഞാൻ നടന്നിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഇന്ന് വരെയും അങ്ങനെ എനിക്ക് നിന്നാൽ തന്നെ നീര് വീഴുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എനിക്ക് നീര് വീഴുന്ന ഒരു ശരീരമാണ്. അപ്പോൾ നീര് അതുപോലെ തന്നെ
എനിക്ക് നടക്കാൻ ഇതൊന്നും എന്നെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന്. ഞാൻ ഓർത്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് കാലുവേദന ഉണ്ടാവുമെന്ന് ഓർത്തു. പക്ഷേ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രഷായി. അപ്പോൾ ഈ നടന്ന് വരുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതൊരു ട്രയലാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അമ്മ അങ്ങനെ പറഞ്ഞത്? വീട്ടിൽ വന്ന് ഞാൻ ഫോണെടുത്ത് ഫ്രഷായി കഴിഞ്ഞ് ഫോണെടുത്ത് നോക്കിയപ്പം എനിക്ക് വരണതെല്ലാം അഖണ്ഡ ജപമാലയുടെ റാലിയുടെ ഷോർട്ട് വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ്. അപ്പം ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ അടുത്ത് പറയണത് റാലിയുടെ കാര്യമാണ്. നമ്മൾ പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ഈ ജപമാല റാലിയുടെ കാര്യമൊക്കെ അറിയണത്, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞ് ഞാനും ഈ റാലിക്ക് പങ്കെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ എൻ്റെ ഡിസ്ക് ബൾജിങ്ങിൻ്റെ പ്രശ്നം ഇപ്പം എനിക്ക് ഇല്ല. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ. സമയത്തിൻ്റെ മേലിൽ അധികാരമുള്ള മാതാവ് എൻ്റെ ഈ രോഗങ്ങളെല്ലാം എടുത്തു മാറ്റി. ഇനി ഒരു രോഗസൗഖ്യം കൂടിയുണ്ട്. എനിക്ക് ഈ ഇവിടുത്തെ ഉമിനീര് ഗ്രന്ഥിക്ക് ജൂലൈയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ ഒരു സൈഡിൽ ഇവിടെ ഇങ്ങനെ ബൾജായി വന്നിട്ട് ഞാൻ ആദ്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ എനിക്ക് നല്ല പനിയൊക്കെ വന്ന് നല്ല വേദന പെയിൻ കൊണ്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഉമിനീര് ഗ്രന്ഥിയിൽ ഇവിടെ പഴുപ്പ് ഈ ക്യാവിറ്റിയിൽ വന്ന് കെട്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ 5 ദിവസത്തേക്ക് ഡോക്ടർ മരുന്ന് തന്ന്. എന്നിട്ട് പറഞ്ഞു 5 ദിവസം മരുന്ന് തന്നെങ്കിലും 3 ദിവസം നോക്കിയാൽ മതി, 3 ദിവസത്തേക്കുള്ളിൽ ഇരിക്കരുത്, കുറഞ്ഞില്ലെങ്കിൽ അപ്പം തന്നെ വരണം, അഡ്മിറ്റ് ആവണം, ഈ പഴുപ്പ് ഇവിടെ നിന്ന് കുത്തിയെടുത്ത് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നെ അവിടെ നിന്ന് ഗാർഗിൾ ചെയ്യാനായിട്ട് ഡോക്ടർ മരുന്ന് വന്നെങ്കിലും എനിക്കത് വോമിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. ഞാൻ അമ്മയുടെ ഉടമ്പടി ഉപ്പിട്ടിട്ട് ഞാൻ ഗാർഗിൾ ചെയ്തു. ഇതിൻ്റെയൊക്കെ ഫലമായി 2-3 ദിവസത്തിന് മുന്നേ തന്നെ എനിക്ക് പെയിൻ അങ്ങ് കുറഞ്ഞു, പനി കുറഞ്ഞു. ഇവിടുത്തെ ഈ ബൾജ് ചെയ്തിരിക്കുന്നത് പതുക്കെ കുറയാൻ തുടങ്ങി. ആ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞായിരുന്നു, ലാസ്റ്റ് രോഗസൗഖ്യത്തിൽ പറഞ്ഞു ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്, ഉമിനീര് ഗ്രന്ഥി കറുത്ത് പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ. അപ്പം ഞാൻ മുട്ടയിൽ നിന്ന് ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇതെന്നെയാണോ പറയണ? അപ്പം അച്ഛൻ ഒരു കാര്യവും കൂടി അടയാളം പറഞ്ഞു, അതൊരു സ്ത്രീയാണെന്ന്. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു കർത്താവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തിയാണെന്ന്. അതോടുകൂടെ എൻ്റെ ഈ പഴുപ്പിൻ്റെ ഈ ഒരു പ്രശ്നം അതോടെ മാറി. എനിക്ക് പിന്നെ കുത്തിയെടുക്കേണ്ട അവസ്ഥ ഒന്നും ഉണ്ടായില്ല. ഞാൻ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിനെ ചെന്ന് കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമില്ല, പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. ഇത് മാത്രമല്ല, സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ സാക്ഷ്യം ചുരുക്കുകയാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ആത്മീയമായുള്ള ജീവിതം, ആത്മീയമായെന്ന് പറഞ്ഞാൽ ഞാൻ ഭൗതികമായിട്ട് അടുക്കണേക്കാട്ടും ആത്മീയമായിട്ടാണ് എനിക്ക് ഉടമ്പടി എനിക്ക് ഒരുപാട് വ്യത്യാസം തന്നത്. എനിക്ക് എങ്ങനെ പറഞ്ഞ് നന്ദി പറയണമെന്ന് അറിയില്ല. ഞാൻ ആദ്യം തന്നെ ഈശോയ്ക്ക് നന്ദി പറയേണ്ടത് സത്യദൈവമായ അവിടുത്തെ വിശ്വസിക്കാനുള്ള ഒരു നല്ല ഹൃദയം എനിക്ക് തന്നതിനാണ് ഞാൻ കർത്താവിനോട് നന്ദി പറയണത്. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിനാണ് ഞാൻ അങ്ങയോട് നന്ദി പറയണത്. പിന്നെ എനിക്ക് വിശുദ്ധ ഉടമ്പടി തന്നതിന് ഇതിന് രണ്ടിനുമാണ് എനിക്ക് എൻ്റെ ഈശോയുടെ അടുത്തും അമ്മ മാതാവിൻ്റെ അടുത്തും ആദ്യമായി തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ പത്രമൊക്കെ ഞാൻ കൊണ്ടുപോകും. പത്രമൊക്കെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ, പുറത്ത് ഓരോ കടകളിൽ, വീടുകളിൽ എല്ലാം കയറി ഞാൻ കൊടുക്കും. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പം യൂത്ത്, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അവരെ നമ്മളെ കാണുമ്പോൾ തന്നെ, ഈ പത്രവും ഇത് കാണുമ്പോൾ തന്നെ അവർ മടിയായിട്ട് ഹെഡ്സെറ്റൊക്കെ എടുത്ത് ചെവിയിൽ വെക്കും. ഞാൻ പറയും എക്സ്ക്യൂസ് മീ, ഞാൻ ഇങ്ങനെ വരുന്നതാണ്, കൃപാസനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആലപ്പുഴ കലവൂരിൽ മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. എനിക്ക് ഇങ്ങനെ എല്ലാ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും, ആൺകുട്ടികളാണെങ്കിൽ ഞാൻ പറയും, പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾ എന്തിനെക്കാട്ടും അധികമായി ദൈവത്തിലാണ് ആദ്യം ആശ്രയിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുടെ പുറകെ പോയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ജീവിതത്തിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആ സമയത്ത് എളിമപ്പെടാൻ നിൽക്കാതെ ഇപ്പോഴേ നിങ്ങൾ ദൈവത്തിൽ എളിമപ്പെട്ട് ജീവിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലവർ ചോദിക്കാറുണ്ട് എന്തൊക്കെ കിട്ടി എന്നുള്ളത് നമ്മൾ ഉടമ്പടി എടുത്തിട്ട്. ഞാനപ്പോൾ പറയും, ഞാൻ ഒരു 19 വയസ്സ് മുതലേ ഈശോയിൽ വിശ്വസിച്ചുള്ള ജീവിതമാണ് എൻ്റെ. കൊച്ചിലെ മുതലേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. 19 വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചു. അതോടുകൂടെ എൻ്റെ അച്ഛനും അമ്മയെല്ലാം എൻ്റെ ഈശോയാണ്. അപ്പം ഞാൻ അതെല്ലാം പറയും അവരുടെ അടുത്ത്. പിന്നെ ഞാനിങ്ങനെ
അവരുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തെപ്പറ്റി പറയുമ്പോൾ പലവരും ഒത്തിരി പേര് എൻ്റെ അടുത്ത് കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഓർക്കും, അമ്മയുടെ അടുത്ത് അപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ ഇവരെ കൈവിടിയല്ലേ, അവരെ കൈപിടിച്ച് ഈശോയുടെ അടുത്ത് എത്തിക്കണേ എന്ന്, ഈശോയുടെ ഈ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. എത്ര സങ്കടം ഉണ്ടായിട്ടായിരിക്കണം അവർ ആ പൊതു സ്ഥലത്ത് നിന്ന് എൻ്റെ അടുത്ത് കരഞ്ഞ് പറയണമെങ്കിൽ. അവർക്ക് വേണ്ടി ഞാൻ ഉപവാസം എടുത്ത്, ശനിയാഴ്ചയാണ് ഞാൻ ഉപവാസം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാരുടെ അടുത്ത് ഞാൻ പോകാറുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് ഫുഡ് ഉണ്ടാക്കി ഞാൻ ഹോസ്പിറ്റലിൽ പുറത്ത് ഇപ്പോൾ ഫുഡ് ഇല്ലാതിരിക്കുന്ന ആളുകളുടെ ഇടയിൽ, പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഫുഡിൻ്റെ ഇല്ലെന്ന് ഞാൻ തന്നെ ചോദിക്കുന്ന തന്നെയല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു അവെയർനെസ് ഉണ്ട്. എപ്പോഴും ഒരു അവെയറാണ് ഞാൻ. ആരെങ്കിലും എന്തെങ്കിലും വയ്യാണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം അവർക്ക് വിശന്നിരിക്കുന്നവരാണോ, അത് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള വലിയ കൃപ എനിക്ക് ദൈവം തന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ പ്രാർത്ഥിക്കാറൊക്കെ ഉള്ള ആളാണെങ്കിലും ജപമാല ചൊല്ലാറില്ലായിരുന്നു. ഞാൻ മെയ് 18, 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ 31 ഞാൻ ആ സമയത്തൊന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലും, വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥന ചൊല്ലും, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും കുർബാന കൂടാറുണ്ട്. പക്ഷേ ഞാൻ ജപമാല ചൊല്ലാറില്ല. എനിക്കറിയില്ല ഒന്നാമത് ജപമാല ചൊല്ലാൻ. പിന്നെ ആരോ എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ, അത് കുറേ നേരം ഉണ്ട്, മുട്ടയിൽ നിന്ന് വലിയ പണിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ നെഗറ്റീവ് ആക്കണ എന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ മെയ് 31 ഉടമ്പടി എടുത്ത മെയ് 31 ഞാൻ മുട്ടയിൽ നിന്ന് സായാഹ്ന പ്രാർത്ഥന ചൊല്ലണേന് മുമ്പ് അമ്മേനോട് സംസാരിക്കും. അമ്മേനോട് ചോദിച്ചു, നീ മരിയൻ ഉടമ്പടിയല്ലേ എടുത്തിരിക്കണത്, എന്തുകൊണ്ടാണ് നീ ജപമാല ചൊല്ലാത്തതെന്ന്. ഞാൻ അമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ കരഞ്ഞുപോയി. ഞാൻ വല്ലാണ്ട് വിഷമിച്ചു പോയി. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര വിഷമവും തോന്നി. ദൈവമേ, അമ്മ ചോദിക്കേണ്ട അവസ്ഥ എനിക്ക് വരുത്തി, ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന്. പിറ്റേ ദിവസം അമ്മ എൻ്റെ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു, നിൻ്റെ കയ്യിൽ ജപമാല ബുക്ക് ഉണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ജപമാലയുടെ ബുക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ കൂട്ടുകാരുടെ അടുത്ത് ആരുടെടുത്തെങ്കിലും ചോദിക്കാമെന്ന് ഓർത്തപ്പോൾ അമ്മ പറഞ്ഞ്, വേണ്ട, നീ ആരോടത്തും ചോദിക്കേണ്ട, നീ ആ ബുക്ക് തുറക്കാൻ പറഞ്ഞു. ആ ബുക്ക് തുറന്ന് അമ്മ ഓരോ ദിവസങ്ങൾ നോക്കാൻ പറഞ്ഞു. ആ ദിവസങ്ങൾ നോക്കി, നീ 5 രഹസ്യം വെച്ച് എല്ലാ ദിവസവും ചൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടി ജൂൺ 1 മുതൽ ജപമാല സന്ധ്യക്ക് ജപമാല ചൊല്ലും. അമ്മ സമയവും പറഞ്ഞു തന്നു, ഒരു 6 മണിക്ക് നിങ്ങൾ ചൊല്ലണം എന്ന്. അത് കഴിഞ്ഞ് 7 മണിക്ക് സായാഹ്ന പ്രാർത്ഥനയും ചൊല്ലും, ബൈബിൾ വായിക്കും. ഇതിനൊന്നും ഒരു മുടക്കവും അമ്മ വരുത്തിയിട്ടല്ല. ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ അമ്മയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണത് ഇതെല്ലാം. അങ്ങനെ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് ജപമാല എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നു. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഇനിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായ എന്നെ, എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ നിയോഗങ്ങളും എത്രയും പെട്ടെന്ന് നടന്നു കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങളെക്കാളും ദൈവത്തോട് അടുക്കാനുള്ള കൃപ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ചുരുക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:35 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അപ്പസ്തോലൻ ചോദിക്കുന്നതാണ്. പ്രവിത വി എന്ന ഈ മകള് തൻ്റെ സാക്ഷ്യം പറഞ്ഞു നിർത്തുമ്പോൾ ഈ മകള് ഈശോയെ കൊണ്ട്, അതായത് ഇതെന്തെല്ലാം തനിക്ക് വന്നാലും താൻ ഇന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെടുത്താൻ ആർക്കും കഴിയില്ല എന്ന അപ്പസ്തോലൻ്റെ വാക്കുകൾ നമുക്കിവിടെ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാൻ പറ്റും ഈ അനുഭവ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ. അങ്ങനെ താൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം, അതുമൂലം തനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, തൻ്റെ PSC, ഇതൊക്കെ തനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിത്തീർന്ന സാഹചര്യങ്ങൾ. അപ്പോഴൊരു യൂട്യൂബിലൂടെ ഇവിടെയുള്ള ഒരു സാക്ഷ്യം, അത് ഷോർട്സ്, അതൊരെണ്ണം കേൾക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈ മകള് അമ്മയുടെ തിരുനടയിൽ വരുവാൻ ഉടനെ തന്നെ എനിക്ക് വരണം എന്ന് ഈ മകള് ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചു എന്നാണ് പറയുക. അതായത്
നാം ചിന്തിച്ചാൽ പോലും, അതായത് നമ്മുടെ ചിന്തകൾ 139 സങ്കീർത്തനം പറയുന്നുണ്ട്, നാം കിടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം അറിയുന്ന, നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ അടുത്താണ് നാം വന്നിരിക്കുക. ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ മകൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചതേ ഉള്ളൂ, ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചു. പിന്നീടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മ കൂടെ നടക്കുന്ന വഴികൾ, അമ്മ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, അമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അത് ഹൃദിസ്ഥമാക്കാനായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ മനോഭാവം. ഈ ഒരു മനോഭാവം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ദൈവം തന്നെ പറയുന്നതാണോ, ഇത് വെറും തോന്നലാണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതിലൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാകില്ല. എന്നാൽ അമ്മ എങ്ങനെയാണ് തന്നെ ജപമാല പഠിപ്പിച്ചത്, അതിൻ്റെ സമയം അമ്മ പറഞ്ഞു തന്നു. അമ്മ ഓരോ കാര്യങ്ങളും തനിക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ഈ മകള് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ധ്യാനത്തിലൂടെ ഈ മകൾക്ക് കിട്ടുന്ന രോഗസൗഖ്യം, ആ സൗഖ്യത്തിൻ്റെ സമയത്ത് അച്ഛൻ പറയുന്ന കാര്യമുണ്ട്, അതൊക്കെ തന്നോട് തന്നെ പറഞ്ഞതായിട്ട് ഈ മകൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ തനിക്ക് സൗഖ്യം കിട്ടി. താൻ ഇന്ന് എല്ലാ രീതിയിലും തന്നെ കൃപയുള്ളവളാക്കി വളർത്തി. അതിന് ഈ മകൾ കൊടുത്ത പേയ്മെൻ്റ് ഉണ്ട്. അതായത് ചെറുപ്പക്കാരായ യുവാക്കളോട് ഈ മകൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നിട്ടല്ല നിങ്ങൾ ദൈവത്തെ അറിയേണ്ടത്. നിങ്ങളിപ്പോൾ തന്നെ കർത്താവിലേക്ക് തിരിയണം, നിങ്ങൾ എളിമപ്പെടണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനൊരു ഗട്ട്സ് വേണം. അതാണ് സ്റ്റാറ്റസ് ദി പ്രൊമോഷൻ. നമുക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് പലതും നാം പറയാതെ പോകുന്നുണ്ടെങ്കിൽ അത് കർത്താവിനെ കൊടുക്കാത്ത നിമിഷങ്ങളാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ മകൾക്ക് കിട്ടിയതൊക്കെ ഈ മകൾ ചെയ്തതിൻ്റെ വിലയാണ്. കർത്താവ് ഈ മകളെ വിലയുള്ളവളായിട്ട് എണ്ണി. അതുകൊണ്ടാണ് ഈ മകൾ ഇന്നിവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക. നമുക്ക് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.